രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തി പ്രകടനമായി ഡൽഹി രാംലീല മൈതാനിയിൽ നടന്ന പ്രതിപക്ഷ ഐക്യറാലി മാറിയപ്പോൾ ശ്രദ്ധാകേന്ദ്രമായൊരു വനിതയുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയുമൊക്കെ വാക്കുകൾക്കുപരി ആ വനിതയുടെ വാക്കുകൾക്ക് വൻ കരഘോഷമായിരുന്നു. BJPയെയും നരേന്ദ്രമോദിയെയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള വാക്കുകൾ ഇന്ദ്രപ്രസ്ഥത്തെ ഇടിമുഴക്കം പോലെ പ്രകമ്പനം കൊള്ളിച്ചു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാര്യ സുനിത കെജ്രിവാളിൻ്റെ വാക്കുകൾ BJPയെ ചുട്ടരിക്കാൻ പ്രാപ്തിയുള്ളതായിരുന്നു. ജനകോടികളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച തൻ്റെ ഭർത്താവ് അരവിന്ദ് കെജ്രിവാളിനെ മോദി സർക്കാർ ജയിലിലടച്ചത് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അവരുടെ പ്രസംഗം ആരംഭിച്ചത്. जेल से आपके लिए एक संदेश भेजा है। इस संदेश को पढ़ने से पहले मैं आप लोगों से कुछ पूछना चाहूंगी। हमारे प्रधानमंत्री मोदी जी ने मेरे पति को जेल में डाल दिया। क्या प्रधानमंत्री जी ने सही किया? അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നിരത്തിയായിരുന്നു സുനിത കെജ്രിവാൾ സംസാരിച്ചത്. പവർ കട്ട് ഇല്ലാതാക്കിക്കൊണ്ട് 24 മണിക്കൂറും വൈദ്യുതി ഉറപ്പാക്കും, ഡൽഹിക്ക് സംസ്ഥാന പദവി നൽകും എന്നതടക്കമുള്ള വാഗ്ദാനങ്ങളാണ് സുനിത നൽകിയിട്ടുള്ളത്. 365 ദിവസവും വൈദ്യുതി മാത്രമല്ല, രാജ്യത്തുടനീളമുള്ള പാവപ്പെട്ടവർക്ക് സൗജന്യ വൈദ്യുതി, അധികാരത്തിലെത്തിയാൽ ഇന്ത്യ ബ്ലോക്ക് എല്ലാ പ്രദേശങ്ങളിലും സർക്കാർ സ്കൂളുകൾ നിർമ്മിക്കുകയും പാവപ്പെട്ടവർക്കും സമ്പന്നർക്കും ഒരുപോലെ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുകയും ചെയ്യും. എല്ലാ ഗ്രാമങ്ങളിലും പ്രദേശങ്ങളിലും മൊഹല്ല ക്ലിനിക്കുകളും ഓരോ വ്യക്തിക്കും ശരിയായതും സൗജന്യവുമായ ചികിത്സ നൽകുന്നതിന് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ എന്നിവ നിർമ്മിക്കും. സ്വാമിനാഥൻ റിപ്പോർട്ട് അനുസരിച്ച് കർഷകർക്ക് MSP നൽകും. ഡൽഹിക്ക് സംസ്ഥാന പദവി എന്നതും തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിലുണ്ട്. ജയിലിൽ നിന്നുള്ള കെജ്രിവാളിൻ്റെ സന്ദേശം വേദിയിൽ സുനിത വായിക്കുകയും ചെയ്തു. കെജ്രിവാൾ രാജിവെക്കണോ എന്ന് സുനിത ആരാഞ്ഞപ്പോൾ വേണ്ടെന്ന് ജനക്കൂട്ടം മറുപടി നൽകി. നമ്മുടെ പ്രധാനമന്ത്രി എൻ്റെ ഭർത്താവിനെ ജയിലിലാക്കി. അദ്ദേഹം ശരിയായ കാര്യമാണോ ചെയ്തത്? കെജ്രിവാൾ ജി ഒരു സത്യസന്ധനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? കെജ്രിവാൾ രാജിവെക്കണോ? നിങ്ങളുടെ കെജ്രിവാൾ ഒരു സിംഹമാണ്. ജനകോടികളുടെ ഹൃദയത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നതെന്നും സുനിത കെജ്രിവാൾ പറഞ്ഞു. ഇന്ത്യ സഖ്യം ഹൃദയത്തിലാണുള്ളതെന്നും കെജ്രിവാൾ വോട്ട് ചോദിക്കുകയല്ല, പുതിയൊരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുകയാണെന്നും സുനിത വ്യക്തമാക്കി. അക്ഷരാർത്ഥത്തിൽ രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു സുനിതയുടെ വാക്കുകൾ. സുനിത പ്രസംഗിക്കുമ്പോൾ സദസ്സിൽ നിന്ന് ഉയർന്നു കേട്ട കരഘോഷം കെജ്രിവാൾ ജനങ്ങളുടെ മനസ്സിൽ എത്രത്തോളം പതിഞ്ഞു കഴിഞ്ഞു എന്നതിനുള്ള തെളിവായി മാറുകയായിരുന്നു. ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വന്ന അതേ ദിവസം തന്നെ നടന്ന കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ BJPക്ക് പ്രത്യേക അജണ്ട ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം പാളുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത്. ഷീലാ ദീക്ഷിത് നേതൃത്വം നൽകിയ നീണ്ട വർഷത്തെ കുത്തഴിഞ്ഞ ഭരണത്തിൽ നിന്ന് രാജ്യതലസ്ഥാനത്തെ അരവിന്ദ് കെജ്രിവാൾ മോചിപ്പിച്ചെടുക്കുമ്പോൾ അത് പുതിയ ഒരു പാത വെട്ടിത്തെളിച്ചുകൊണ്ടായിരുന്നു. കെജ്രിവാൾ ഇല്ലാതാകുന്നതോടെ ആപ്പ് എന്ന രാഷ്ട്രീയ പാർട്ടി ഇല്ലാതാക്കി ഡൽഹിയുടെ ഭരണം പിടിക്കാമെന്ന BJPയുടെ തന്ത്രത്തിനാണ് ഇപ്പോൾ വിള്ളൽ വീണിരിക്കുന്നത്. ഒരുപക്ഷെ കെജ്രിവാളിന് പൊതുരംഗത്തുനിന്ന് മാറി നിൽക്കേണ്ടി വന്നാൽ പോലും കെജ്രിവാളിനേക്കാൾ ദൃഢമായ ശബ്ദത്തിലൂടെ ഇപ്പോൾ സുനിത ഉയർന്നു വരികയാണ്. അങ്ങനെയെങ്കിൽ ഇന്ദ്രപ്രസ്ഥം പിടിക്കുക എന്ന BJPയുടെ മോഹം നടക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.